നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർട്ടിയിലെ വേണ്ടപ്പെട്ടവരെയും അവർക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാം നല്ല ജോലി നൽകി പരിപോഷിപ്പിക്കുന്ന പ്രവണത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ജോലി കൊടുക്കാൻ നിന്നാൽ മറ്റുള്ള തൊഴിൽ രഹിതർക്ക് വഴിമുട്ടും. ഇതിപ്പോൾ വർഷങ്ങളായി തുടർന്നു വരുന്ന കാര്യമാണെങ്കിലും പറയാതിരിക്കാനാവില്ല. ഇത്തരത്തിൽ നടന്ന ഒരു പുതിയ സംഭവമാണ് ഇരിട്ടിയിലെ അംഗൻവാടിയിലെ നിയമനങ്ങളിൽ നടന്നത്. ഇരിട്ടി അംഗൻവാടി വർക്കർ റാങ്ക് ലിസ്റ്റ് വിവാദത്തിലായിരിക്കുകയാണിപ്പോൾ. ആദ്യ റാങ്കുകളിൽ CPM കൗൺസിലർമാരുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. CPM കൗൺസിലർമാരുടെ ഭാര്യമാരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ മാത്രം ആദ്യ റാങ്കുകളിൽ വന്നതോടെ കണ്ണൂർ ഇരിട്ടി നഗരസഭയിലെ അംഗൻവാടി വർക്കർ റാങ്ക് ലിസ്റ്റ് വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. അർഹതയുള്ളവരെ തഴഞ്ഞ് ഇഷ്ടക്കാരെ CPM ഭരണസമിതി തിരികെ കയറ്റിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ പരാതി. എന്നാൽ എല്ലാം സുതാര്യമാണെന്ന നിലപാടിലാണ് നഗരസഭ ഉള്ളത്. ഇരിട്ടി നഗരസഭയിലെ അംഗൻവാടി വർക്കർ തസ്തികയിലേക്ക് 938 പേരാണ് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. 7 ദിവസങ്ങളിലായി അഭിമുഖം നടത്തി തയ്യാറാക്കിയ പട്ടികയാണിത്. ആകെ 70 പേരുള്ളതിൽ ആദ്യ റാങ്കുകളെല്ലാം CPMന്റെ സ്വന്തക്കാരാണെന്ന് ഉയരുന്ന ആക്ഷേപമാണ്. ഒന്നാം റാങ്ക് നഗരസഭയിലെ ഇപ്പോഴത്തെ CDS ചെയർപേഴ്സൺ, രണ്ടാം റാങ്ക് നഗരസഭയിലെ CPM കൗൺസിലറുടെ ഭാര്യ, മൂന്നാമത് CPM കൗൺസിലറുടെ സഹോദരന്റെ ഭാര്യ, നാലാം റാങ്ക് നേരത്തെ കൗൺസിലറായിരുന്ന DYFI വനിതാ നേതാവ്, അഞ്ചാം റാങ്കിലും CPM കൗൺസിലറുടെ ഭാര്യ, നഗരസഭയിലെ താൽക്കാലിക ഡ്രൈവറായ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയ്ക്ക് 6ാം റാങ്ക്, പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റയാൾ 7ാമത്, 8ാം റാങ്കിൽ CPM കൗൺസിലർ, ആദ്യ 15ൽ നഗരസഭ വൈസ് ചെയർമാന്റെ മകൾ ഉൾപ്പെടെയുണ്ട്. 3 വർഷം കാലാവധിയുള്ളതാണ് ഈ പട്ടിക. ഇതിനെതിരെയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത്. ഇഷ്ടക്കാർക്ക് നിയമനം നൽകാൻ വഴിവിട്ട നീക്കം നടത്തിയെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം. BPL വിഭാഗത്തിൽപ്പെട്ടവരെയും വിധവകളെയും ഉൾപ്പെടെ തഴഞ്ഞാണ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് നിയമനം അട്ടിമറിച്ചതെന്നാണ് പരാതിയിലുള്ളത്. എന്നാൽ എല്ലാം നഗരസഭാ ഭരണസമിതി തള്ളുകയാണ് ചെയ്യുന്നത്. യോഗ്യതയാണ് മാനദണ്ഡമെന്നാണ് വിശദീകരണം. കൂടുതൽ മാർക്കുള്ളവർ മുന്നിലെത്തിയെന്നും നഗരസഭാ ചെയർപേഴ്സൺ K. ശ്രീലത പറഞ്ഞു. റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്ന് പറഞ്ഞ് ആവശ്യം തള്ളുകയാണ് CPM. PSC മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് അംഗനവാടി ജീവനക്കാരെ നിയമിക്കുന്നത്. ശിശുക്ഷേമ വികസന ഓഫീസർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട്, മുനിസിപ്പൽ സെക്രട്ടറി തുടങ്ങിയ ഉദ്യോഗസ്ഥരും മുനിസിപ്പൽ ചെയർമാൻ, വൈസ് ചെയർമാൻ ഉൾപ്പെടെ 11 അംഗ ഇന്റർവ്യൂ ബോർഡും നിലവിലുണ്ട്. ലഭിച്ച അപേക്ഷകളിന്മേൽ യോഗ്യത പരിശോധിച്ച് നേരത്തെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് PSC മാനദണ്ഡം അനുസരിച്ച് SSLC ആദ്യ തവണ പാസ്സായവർക്ക് 70 മാർക്കും രണ്ടാം തവണ പാസ്സായവർക്ക് 67 മാർക്കും എന്നീ ക്രമത്തിൽ നൽകുന്നത്. അംഗനവാടി റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് CPMനെതിരെ നടക്കുന്ന കുപ്രചരണങ്ങൾ തള്ളിക്കളയണമെന്ന് CPM ഇരിട്ടി ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.